ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നോമ്പുതുറ സ്പെഷ്യൽ ഒരു ഡ്രിങ്കുമായിട്ടാണ്. നമുക്കിന്ന് റോസ് ബദാം മിൽക്ക് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. അപ്പോൾ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബദാമാണ്. ഞാനിവിടെ 12 ബദാം വെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ മുന്നേ ബദാം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി, തോലൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കാൻ പറ്റും. അടുത്തത് നമുക്ക് വേണ്ടത് 2 കപ്പ് പാലാണ്. ഞാനിത് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഒരു നുള്ളു കുങ്കുമപ്പൂവ് എടുത്തിട്ടുണ്ട്, ഏകദേശം 5 or 6 എണ്ണം വരും. അത് കുങ്കുമപ്പൂവ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക. കുങ്കുമപ്പൂവും ഏലക്കയും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഡ്രിങ്കിന്. ഇനി ഈ ബദാമും ഏലക്കയും പഞ്ചസാരയും കുങ്കുമപ്പൂവും കൂടെ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ പാൽ ഒഴിക്കരുത്, എന്നാലും നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ബാക്കി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഈ റോസ് സിറപ്പിന് തന്നെ മധുരം കാണും, അപ്പോൾ അത് നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ റോസ് ബദാം മിൽക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തണുപ്പിന് വേണമെങ്കിൽ ഐസ് ക്യൂബ്സ് ഇടാം, ഞാനിപ്പോൾ ഇടുന്നില്ല, അത്യാവശ്യം തണുപ്പുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ 2 ബദാം, അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കുങ്കുമപ്പൂവും കൂടി ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ റോസ് ബദാം മിൽക്ക് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഡ്രിങ്കാണിത്. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.